എല്ലാവർക്കും നമസ്കാരം. 2023 ഡിസംബർ 1 കേരളം ഇത് എങ്ങോട്ട് എന്ന പേരിൽ നമ്മുടെ ചാനലിലും ഫേസ്ബുക്കിലുമൊക്കെയായി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇന്നൊന്നും കൂടെ അത് രണ്ടാമത് റീപോസ്റ്റ് ചെയ്യുകയാണ് ഈ ചാനലിൽ തന്നെ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഇതിന് ശേഷമായി ഇറങ്ങുന്ന രണ്ടാമത്തെ ഒരു പ്രധാന വീഡിയോ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ തുടക്ക കാരണങ്ങൾ തൊട്ട് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യം ഇറക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുകയും ഇതിന് ശേഷം ഇതിൻ്റെ പുറകെ വരുന്ന രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കാണുകയും പരമാവധി ഷെയർ ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇതോടൊപ്പം വീഡിയോയെ കൂട്ടിച്ചേർത്ത് അയക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്നെ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം. എൻ്റെ പേര് സജി തോമസ് എന്നാണ്. ഞാനൊരു കോൺട്രാക്ടറാണ്. ഞാൻ ഈരാറ്റുപേട്ടയ്ക്കും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്ക് തിടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഈ കെട്ടിടങ്ങളുടെ പണികൾ ലേബർ കോൺട്രാക്റ്റ് എടുത്ത് കഴിഞ്ഞ ഒരു 20 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു 200ഓളം ജോലിക്കാർ ഒരു 6 മാസം മുമ്പ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 200ഓളം ജോലിക്കാർ. അവരുടെയൊക്കെ വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ വീട്ടിൽ ഒരു 5 പേര് കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ 205 1000ഓളം ആളുകൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായി ജീവിച്ചിരുന്നു. ഈ തിടനാടിന് തന്നെ സമീപത്തുള്ള പല ഹോട്ടലുകളിലും പച്ചക്കറി കടകളിലും പലചരക്ക് കടകളിലും മൊബൈൽ റീചാർജിങ് സെൻറ്ററുകളിലും മത്സ്യമാംസങ്ങൾ വിൽക്കുന്നിടത്തും കൂൾ ബാറുകളിലും ഇനി ലോട്ടറിക്കും മദ്യത്തിനും ഒക്കെ ഈ 200 പേരും പണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഒരു 6 മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം വളരെ സങ്കടത്തോടും വേദനയോടും പറയട്ടെ, 6 മാസമായി കൺസ്ട്രക്ഷൻ മേഖല അതിഭീകരമായി തകർന്നു. അതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നൊന്നായി വിവിധ വീഡിയോകളിൽ വിവിധ സാഹചര്യങ്ങൾ, ഈ കൺസ്ട്രക്ഷൻ മേഖല മാത്രമല്ല ഇതുമായിട്ട് ബന്ധമുള്ള സകല മേഖലയും കേരളത്തിൽ തകർന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. സ്വയപ്രയത്നം കൊണ്ട് അധ്വാനിച്ച് കിട്ടിയ നന്മ അല്ലെങ്കിൽ കിട്ടിയ ഒരു ലാഭം, കൃത്യമായി പറഞ്ഞാൽ ഒരു 15-16 വർഷം മുമ്പ് ഈ നോട്ട് നിരോധനമൊക്കെ വരുന്നതിന് മുമ്പ് ആരും ഇൻകം ടാക്സ് ഒന്നും വലിയ പ്രശ്നമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യസന്ധമായി ഗവൺമെൻറ്റിനെ കണക്ക് കാണിച്ച് കൃത്യമായി ഇൻകം ടാക്സുകൾ അടച്ച് എൻ്റെ കയ്യിലുള്ള മുതലും ഞാനത് വാങ്ങിയതും എങ്ങനെയാണ് ഇൻകം ടാക്സിന് 15-16 വർഷമായി കൃത്യം കണക്ക് കൊടുത്ത് ഒക്കെ ഓടിക്കൊണ്ടിരുന്നൊരു സ്ഥാപനമാണ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം വരെ കൃത്യമായിട്ട് എൻ്റെയും വൈഫിൻ്റെയും പേരിൽ ഫീസെല്ലാം ഉൾപ്പെടെ 3 ലക്ഷം രൂപയോളം എല്ലാ വർഷവും ഇൻകം ടാക്സ് അടച്ചു പോന്നു. എന്നാൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒന്നും അടയ്ക്കാൻ മേലാത്ത രീതിയിലേക്ക് ഈ പ്രസ്ഥാനം തകർന്നു. പണം ഉള്ളപ്പം മദ്യപിച്ചില്ല. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, പുകവലിക്കുന്ന ആളല്ല, മുച്ചിട്ട് കളിക്കുന്ന ആളല്ല, സ്ത്രീകളുടെ അടുത്ത് പോകുന്ന ആളല്ല, ഒരു അനാവശ്യ കാര്യങ്ങൾക്കും പൈസ മുടക്കി നശിപ്പിച്ചതല്ല. ഒന്നുമില്ലാതെ തുടങ്ങി. എന്നാൽ കഠിനാധ്വാനം, രാവും പകലും ഇല്ലാതെ വെളുപ്പിനെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെയൊക്കെയും ഇതിൻ്റെ പുറകെ നടന്ന് അധ്വാനിച്ചുണ്ടായത് അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളും പിന്നെ ഞങ്ങളുടെ ടൂൾസും സംവിധാനവും ഒക്കെയായി വാങ്ങിച്ച് ഈ പ്രസ്ഥാനം വളർന്നു വന്നു. സർക്കാരിന് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് സർക്കാരിന് കൊടുത്തു. ഒരു കണക്കും വെട്ടിച്ചില്ല. എല്ലാം മനോഹരമായിട്ട് കൊണ്ടുവന്നെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷം തൊട്ട് ഇങ്ങോട്ട് പതുക്കെ താന്ന് തകർന്ന് ഇപ്പോൾ ഈ 6 മാസം മുമ്പ് കൊണ്ട് പൂർണ്ണമായി നിന്നു. ഈ 200 ജോലിക്കാരെയും പറഞ്ഞ് അവരുടെ വീടുകളിൽ വിട്ടു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 200 പേരെ ഞാൻ വിവിധ വീഡിയോകൾ നിങ്ങളെ കാണിച്ചു തരാം. അനേകർക്ക് പണിയില്ല. ഹൈറേഞ്ചിലോട്ടൊക്കെ പോയവരെല്ലാം അവരുടെ ഭാര്യമാർ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ സങ്കടം പറയട്ടെ,
ഈ ഭർത്താക്കന്മാർക്ക് പണിയില്ലാതെ മാസങ്ങളായിട്ട് ഇവർ വീട്ടിലിരിക്കുക. ഭാര്യമാർ എസ്റ്റേറ്റിൽ പണിയുന്ന പല എസ്റ്റേറ്റുകളിലും 2 മാസത്തിലധികമായി ശമ്പളം കിട്ടിയിട്ട് എങ്ങനെ ഇവർ ജീവിക്കും? എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് വരെ, ഒരു 6 മാസം മുമ്പ് കൊണ്ട് ഏതാണ്ട് പണികളൊക്കെ നിന്നു. കയ്യിൽ ഭീകരമായ ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മാസം കയ്യിലുണ്ടായിരുന്ന ചില്ലറകളൊക്കെ പിറക്കിയെടുത്ത് ബാങ്ക് ലോണുകളും ബാക്കി കാര്യങ്ങളൊക്കെ അടച്ചു. പണയം വെക്കാവുന്നതെല്ലാം പണയം വെച്ചു. ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇതിനകത്ത് അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരുന്ന ഒരു 500ഓളം ജാക്കികളുണ്ടായിരുന്നു. ജാക്കി എന്ന് പറഞ്ഞാൽ ഈ വാർക്കയ്ക്ക് മുട്ട് കൊടുക്കുന്ന ഇരുമ്പിൻ്റെ തൂണ്, അത് വിറ്റു. ഒരു 350, 200, 550ഓളം ഷീറ്റുകളുണ്ടായിരുന്നു, ഈ തകിട്, വാർക്കത്തകിട്, അത് വിറ്റു. ഒരു 100 സ്പാൻ ഉണ്ടായിരുന്നു, അത് വിറ്റു. 2-3 കൊച്ചി ജനറേറ്ററുകളുണ്ടായിരുന്നു, വിറ്റു. ഇനി 2 മിക്സർ മെഷീനും ഒരു കുറച്ച് പലകയും ഇച്ചിരി ചില്ലറ സാധനങ്ങളും ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കാണിക്കാം. കുറച്ച് പണിയായുധങ്ങളുമുണ്ട്. തൂമ്പായുടെ പിടിയേലൊക്കെ പണിയാതെ ഇരുന്നിട്ട് മുഴുവൻ പൂപ്പലായി. കാണിച്ചു തരാം. ഇത് കള്ളം പറയുന്നതല്ല. രാജ്യം കുതിക്കുന്നു എന്നാണ് പറയുന്നത്. സംസ്ഥാനവും കുതിക്കുന്നു, ജനം നശിക്കുന്നു. എന്താ അവസ്ഥ? ഇത് മാത്രമല്ല, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഹോട്ടലുകാരോടും ഓട്ടോറിക്ഷക്കാരോടും പിക്കപ്പുകാരോടും ലോറിക്കാരോടും ഒക്കെ ഞങ്ങൾ അഭിപ്രായങ്ങൾ നേരിട്ട് ചോദിച്ചിട്ട് ജനമുമ്പിലേക്ക് എത്തിക്കാം, ജയിലിൽ പോയില്ലെങ്കിൽ. എന്താന്ന് വെച്ചാൽ വലിയ ഭീകരമായൊരവസ്ഥയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ പറയും, ഓരോ ചാനലെടുക്കുമ്പോൾ ആൾക്കാർ പറയും പാവപ്പെട്ടവർക്കേ പ്രശ്നമുള്ളെന്ന്. പാവപ്പെട്ടവർക്ക് മാത്രമൊന്നും അല്ല പ്രശ്നം. മീഡിയം ഇടത്തരക്കാർക്ക് പ്രശ്നം വന്നാൽ അത് സകല മേഖലയും വ്യാപരിക്കും. ഏറ്റവും പാവപ്പെട്ടവർക്ക് പ്രശ്നം വരുന്നത് ഇടത്തരക്കാർക്ക് പ്രശ്നം വരുമ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ 200ഓളം ജോലിക്കാരുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊരു ജോലിക്കാരി ചേച്ചി ഉണ്ടായിരുന്നു. 6 പണി കൊടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പം 3 പണിയേ ഉള്ളൂ. ആ 3-നകത്ത് ചേച്ചി 2 ദിവസം കൂടെ ലീവ് എടുക്കുമെങ്കിൽ അത് ഒഴിവാക്കാൻ തയ്യാറാണ്. പിന്നെ ആ പാവത്തിൻ്റെ ദാരിദ്ര്യം കണ്ടിട്ട് ഞങ്ങൾക്ക് സാഹചര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വരട്ടെ എന്ന് വിചാരിക്കുക. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വേണ്ടിപ്പോൾ ഈ 200ഓളം ജോലിക്കാർ യാതൊരു നിർവാഹവും ഇല്ലാതെ വീടുകളിലിരിക്കുക. ഇത് കള്ളത്തരം പറയുന്നല്ല, ഇത് സത്യമായത്. ഈ ഒരു അവസ്ഥ ദേശത്ത്, കൃഷിക്കാരുടെ അവസ്ഥ പരമദയനീയം. 10 കൃഷിക്കാരുടെ ഇൻ്റർവ്യൂ എടുത്ത് പൊതുജനം മുദ്ദത്തി വെക്കാം. റബ്ബറുള്ളവനെല്ലാം വെട്ടിക്കൊടുക്കുക. കാരണം റബ്ബർ വെട്ടുകൂലി കൊടുത്തതിന് ശേഷം ബാലൻസ് പണം ഒന്നും ഉടമസ്ഥന് കിട്ടുന്നില്ല. എനിക്ക് ജാതി ഈ പറമ്പിൽ നിൽപ്പുണ്ട്, ഒരു കുറച്ച് ജാതി, ഒരു 10-35 ജാതി. ഒരു രക്ഷയില്ല, ഒന്നും കിട്ടാനില്ല. അങ്ങോട്ട് കൊടുക്കാനുള്ളതെല്ലാം അനുദിനം വർദ്ധിക്കുന്നു. കറണ്ട് കാശ് വർദ്ധിക്കുന്നു, വെള്ളക്കാശ് വർദ്ധിക്കുന്നു, അത് വർദ്ധിക്കുന്നു, ഇത് വർദ്ധിക്കുന്നു. ഇങ്ങോട്ട് കിട്ടാനുള്ളത് ഇങ്ങോട്ട്, കൃഷിക്കാരൻ അങ്ങോട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും വേണ്ട വില. ഇത് ആരാ ശ്രദ്ധിക്കേണ്ടത്? ഇത് സാധാരണക്കാരനെ ശ്രദ്ധിക്കാൻ പറ്റുമോ? എൻ്റെ സ്നേഹിതന്മാർ ഒരു 100-ലധികം കോൺട്രാക്ടർമാരുണ്ട്. എല്ലാവർക്കും പണിയില്ലെന്നായി. കേരളം വികസിക്കുകയാണ്. ഒറ്റ ഒരുത്തിന് പണിയില്ലെന്നായി, എല്ലാവരും വീട്ടിൽ കയറി. പണിയുള്ളവരെ അറിയത്തില്ലിപ്പോൾ. കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും കൂടുതൽ സിമൻറ്റ് വിൽക്കുന്ന കടക്കാർ കഴിഞ്ഞ ദിവസം പറയുക, സാറേ ഇന്ന ആളുകൾ 1000 മുതൽ 2000 ചാക്ക് വരെ സിമൻറ്റ് എടുത്തുകൊണ്ടിരുന്നതാണ് ഒരു 2-3 മാസം മുമ്പ്. അത് പലരുടെയും പേര് പറഞ്ഞു. അവരൊക്കെ കഴിഞ്ഞ മാസം എടുത്തത്, കഴിഞ്ഞ 3 മാസമായിട്ട് എടുക്കുന്നത് മാസം 40 ചാക്ക് 50 ചാക്ക് സിമൻറ്റ്. 40 ചാക്ക് 50 ചാക്ക് സിമൻറ്റ്, 2000-3000 ചാക്ക് സിമൻറ്റ് എടുത്തുകൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനികൾ 50 ചാക്ക് 100 ചാക്ക് സിമൻറ്റിലേക്ക് താഴെ പോയെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖല തകർന്നല്ലോ. ഇവിടുത്തെ സാധാരണക്കാർ കൂടുതലും ജോലി എടുക്കുന്നത് മേസ്തിരിയായിട്ടും മൈക്കാടായിട്ടും വാർക്കപ്പണിക്കാരായിട്ടും അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഇതുങ്ങളെല്ലാം കൂടെ രാവിലെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുമ്പോഴാണ് ചായക്കടകളിൽ ഒരു വ്യാപാരമൊക്കെ ഉള്ളത്. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ 30,000 രൂപയൊക്കെ ദിവസം കച്ചവടം ഉണ്ടായിരുന്ന ഹോട്ടൽ ഇപ്പോൾ 1700 രൂപ ഡെയിലി കച്ചവടത്തിലേക്ക് മുദ്രയിട്ടു. ഈ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട വരെയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ 1-2 ഹോട്ടലുകളുണ്ട്, 2-3-4. ടൗണിൽ ചിലപ്പോൾ അല്പം ഹോട്ടലുകൾ കാണും.
ഈ പിണ്ണാക്കനാട് ഭാഗത്ത് ഒരു 2 ഹോട്ടലുണ്ട്, 2-3 ഹോട്ടലുണ്ട്. പിന്നെ ഈ കാഞ്ഞിരപ്പള്ളിക്ക് ഇടയ്ക്ക് ഒന്നുമില്ലാത്ത രീതിയിൽ തകർന്നു പോയി. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ ഉടമസ്ഥൻ, അയാളുടെ ഭാര്യ, അവരുടെ മക്കൾ, സ്റ്റാഫ്, ഇതെല്ലാവർക്കും തൊഴിലുണ്ടായിരുന്നുകൊണ്ടിരുന്നതാണ്. എൻ്റെ അറിവിൽ എൻ്റെ സ്നേഹിതന്മാർക്കോ എൻ്റെ പരിചയക്കാർക്കോ എൻ്റെ ബന്ധുക്കാർക്കോ അവരുടെ മക്കൾക്കോ ഒന്നും ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ ഒരു സർക്കാർ ജോലി കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗൾഫിലെ ലോട്ടറി അടിച്ചെന്ന പോലെ കൂട്ടിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനെല്ലാം ദാരിദ്ര്യത്തിലേക്ക് കുപ്പുകുത്തി. മുന്നോട്ട് എന്തു ചെയ്യും? ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയല്ല, എന്തെങ്കിലും ചെയ്യണം, ഗവൺമെൻറ് ചെയ്യണം. ഈ ഭീകരമായ അവസ്ഥ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, അടുത്ത വർഷം 2024 ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ കേരളം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. കൊലപാതകങ്ങളും പിടിച്ചുപറികളും ആത്മഹത്യകളും അതിഭീകരമായിട്ട് നടക്കും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബാങ്ക് ലോണ് ഉണ്ട്. ബാങ്ക് ലോണെന്ന് പറഞ്ഞാൽ വീടിനും ഗോഡൗണിനും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ട്. എടുത്തതിൻ്റെ 2 ഇരട്ടി പൈസ അടച്ചു കഴിഞ്ഞു. എന്നിട്ടും എടുത്തതിൻ്റെ 3/4% അവിടെ കിടക്കുക. ഏതാണ്ട് 1 കോടി അടുത്തെടുത്തു, 2 കോടിക്ക് മുകളിൽ അടച്ചു. ഇപ്പോഴും കിടക്കുക 80-ലധികം ലക്ഷം. 3 കുടിശ്ശികയാകുമ്പോൾ 1 കൊണ്ടേ അടയ്ക്കും. NPA ആകും, നോൺ പെർഫോമിംഗ് അക്കൗണ്ട്. അങ്ങനെ NPA ആയി ഇത് ജപ്തിയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ 1 കൊണ്ടേ അടയ്ക്കും. ആ 1 അടയ്ക്കാൻ വ്യത്യാസം വന്നാൽ തലപ്പത്തിരിക്കുന്ന പെണ്ണുങ്ങൾ വിളിച്ച് പറയുന്ന വർത്താനം കേട്ടാൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നീയൊക്കെ എന്നോടാ വാക്ക് വലിക്കാത്തത്, എന്നോ പറഞ്ഞിട്ട് വ്യത്യാസം വന്നത്, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനല്ലേ. ഈ ഒരു അവസ്ഥയിലേക്ക് ദേശത്തെ എല്ലാവരും മാറി. എന്തെടുത്ത് ജനം കൊടുക്കും? ഇതാര് ശ്രദ്ധിക്കും? ഇത് ജനത്തിൻ്റെ കാര്യത്തിൽ ആർക്കാണ് ശ്രദ്ധയുള്ളത്? നമ്മൾ വിശ്വസിക്കുന്നു നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്നു. നമുക്ക് ഇവരോടല്ലേ പറയാൻ പറ്റുള്ളൂ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഞാൻ നിശ്ചയമായിട്ട് പറയട്ടെ, ബിസിനസ്സുകാരെല്ലാം തകർന്നു. 3-1 വ്യാപാരങ്ങൾ തകർന്നു. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പം റോഡ് സൈഡുകളിൽ നോക്കിക്കോ, ഒരു വികസനം എന്താണെന്ന് ചോദിച്ചാൽ ഷട്ടറുകൾ മിക്കതും അടഞ്ഞു കിടക്കുന്നു. ഈ വർഷം അവസാനമാകുമ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു പകുതി ഷട്ടർ കൂടി അടയും. കാരണം കടകളെല്ലാം പൊളിഞ്ഞു നിൽക്കുക. അടുത്ത കൊല്ലം ഒക്കെ ആകുമ്പോഴത്തേനും ഒരുമാതിരിപ്പെട്ടത് പലതും അടയും. വികസനമുണ്ട് കേട്ടോ. റോഡുകളുടെ സൈഡുകളിൽ സാരി വലിച്ചു കെട്ടിയ കഞ്ഞിക്കടകളും കപ്പക്കടകളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 10 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാ വഴിക്കും ഉണ്ടായിരുന്നു. ഇനി അതിലും ഭീകരമായൊരവസ്ഥ കൂടെ പറയാം. വീടുകളിലൊന്നും പിള്ളേരില്ല, ഒരു വയസ്സിനും വയസ്സിയും മാത്രം. ഈ രീതി പോയാൽ നാളെ ഒരു കാലത്ത് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഒറ്റ കുഞ്ഞുങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, എങ്ങനെയേലും രക്ഷപ്പെടണമെന്ന് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം, ഒരു കാറ് വീട്ടിലുണ്ടെങ്കിൽ ഓടിക്കാൻ പോലും ഒരു മനുഷ്യൻ കാണുകയില്ല. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്ന എൻ്റെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്, അവരുടെ 2 മക്കളുണ്ട്, 2 പേരും പോയി വെളിയിൽ. അവരുടെ കാറും ബൈക്കും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധു വീട്ടിൽ കൊണ്ടിട്ടിരിക്കുക, അവിടെ ഓടിക്കാൻ ആരുമില്ല. ഒരു ആശുപത്രി കേസ് വന്നാൽ കൊണ്ടുപോകാൻ ആളില്ല. ഇത് ഈ രീതിയിൽ ഈ കാര്യങ്ങൾ പോയാൽ ഭരിക്കുന്നവരോട് പറയട്ടെ, ഇത് പിടിവിടും. എന്നാൽ ഇപ്പം ശ്രമിച്ചാലും, ഇന്ന് വരെ പറ്റിയതും എല്ലാം പോട്ടെ, ഇപ്പം ശ്രമിച്ചാലും ഇത് മുന്നോട്ട് പിടിച്ചെടുക്കാം. കൃഷിക്കാരനെ മാനിക്കാതെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംവിധാനം മുന്നോട്ട് പോവില്ല. കേരളത്തിൽ വിരളയിലെണ്ണാവുന്ന, അല്ലെ കൈയുടെയും കാലിലും കൂടെ വിരളയിലെണ്ണാവുന്ന കുറേ കോർപ്പറേറ്റ് മുതലാളിമാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് പറഞ്ഞു, കള്ളന്മാരുടെ നടുവിൽ കൊള്ളക്കാരനെ പോലെ ജീവിക്കാമെങ്കിൽ ജീവിക്കാവുന്നു. കള്ളന്മാരുടെ നടുവിൽ കൊള്ളക്കാരനെ പോലെ ജീവിക്കാമെങ്കിൽ ജീവിക്കാവുന്നു. രക്തത്തിൽ മൂല്യങ്ങളുള്ളവർക്കൊന്നും, മൂല്യങ്ങളോടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കൊന്നും കള്ളന്മാരായിട്ട് ജീവിക്കാൻ പറ്റിയല്ല. പിന്നെ അവരെങ്ങനെ കൊള്ളക്കാരായിട്ട് ജീവിക്കും? പക്ഷേ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ചാൽ പറ്റില്ല.
എന്തെങ്കിലും തന്ത്രങ്ങൾ പറഞ്ഞാൽ പറ്റില്ല, കുറച്ച് കള്ളക്കണക്കുകൾ പറഞ്ഞാൽ പറ്റില്ല. രാജ്യം കുതിക്കുകയല്ല, സത്യത്തിൽ രാജ്യം തകരുകയാണ്. കണക്കിൽ രാജ്യം വളരുന്നു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. സാധാരണക്കാർ സകലരും തീരുവ. അങ്ങനെ വരുമ്പോൾ അധികാരികളോട് പറയട്ടെ, രാജ്യം കുതിക്കുകയല്ല, രാജ്യം തകരുകയാണ്. ഈ വീഡിയോ ഇടുന്നത് ഇത് മുന്നിലോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. അടവുകൾ, ലോണുകൾ വിറ്റു തീർക്കാമെന്ന് വെച്ച സ്ഥലം പോലും ഒരു മനുഷ്യന് വേണ്ട, പ്രത്യേകിച്ച് കെട്ടിടമുള്ള സ്ഥലം ആർക്കും വേണ്ട. അവർ പറയുന്നത് എഴുതാൻ പറ്റിയല്ല, ഒടുക്കത്തെ ഫീസാണെന്നാണ് പറഞ്ഞത്. എഴുത്തുകൂലി ഭയങ്കര ഫീസ്, എഴുത്തുകൂലി. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എഴുത്തുകൂലി കുറയ്ക്കും, പലതും ലഘുവാക്കും. ഇതെല്ലാം കൂടെ കൂട്ടി 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 സത്യം പറഞ്ഞാൽ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു തിന്നാൽ, ഇപ്പം ഏതാണ്ട് പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു ഇവിടുത്തെ ജനം. കൊന്നു തിന്നു. ഇനി മുന്നോട്ട് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകും. പിരിക്കാൻ ചെന്നാൽ ജനത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഭീഷണിപ്പെടുത്തിയാലും ഒന്നുമില്ല, ഇനി കേസാണേലും ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് 2-3 ഒരു മാസവും കൂടെ പോലും നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വഴിയില്ല. എനിക്കറിയാവുന്ന കെട്ടിടം ഇതിനു മുമ്പ് പണിതിട്ടുള്ള ഉടമസ്ഥന്മാരോട് ചോദിച്ചു, എവിടെയേലും നിങ്ങളുടെ ബന്ധുക്കൾക്ക്, മിത്രങ്ങൾക്ക് ആർക്കേലും പണിയുണ്ടോ? അവർ പറയുന്നു, അറിയില്ല, ഞങ്ങളുടെ അറിവിൽ ആരുമില്ല. ഒരു കന്നുകാലിക്കൂട് പോലും പണിയാൻ ആരും ചിന്തിക്കുന്നില്ല. മണൽ, മിറ്റിൽ, കല്ല്, കമ്പി, സിമൻറ്റ് കുത്തിച്ചങ്ങോട്ട് വില കയറ്റി, കുത്തിച്ചങ്ങോട്ട് കയറ്റി. ഇപ്പോൾ ഉണ്ടല്ലോ, പണിയുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പണിയില്ലെന്നായപ്പോൾ മണലിൻ്റെയും മിറ്റിലിൻ്റെയും എല്ലാം സ്തംഭിച്ച് നിൽക്കുക. ഇപ്പോൾ ഡിപ്പോക്കാർ പറയുന്നത് റെഡി പൈസ തരാമെങ്കിൽ 2 രൂപ കുറച്ച് തരാം, 3 രൂപ കുറച്ച് തരാം എന്നൊക്കെ പറയാൻ തുടങ്ങിയത് പണിയില്ലെന്നായതുകൊണ്ടാണല്ലോ. പെർമിറ്റ് ഫീസ് അങ്ങ് കൂട്ടി, എല്ലാ മേഖലയും അങ്ങ് കൂട്ടി. ജനം എവിടുന്ന് എടുത്ത് കൊടുക്കും? ഒരു വലിയ നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. ആർക്കിടെക്റ്റുമാർ 13ഓളം ആർക്കിടെക്റ്റുമാർ വളരെ യോഗ്യമായി നമുക്ക് പണി തന്നുകൊണ്ടിരുന്നവരുണ്ടായിരുന്നു. ഈ 13 പേരുടെ ഓഫീസുകളിൽ ഇപ്പം വരയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീട് പണിത ഒരാൾ വളരെ ഹൃദയപൂർവ്വം പറഞ്ഞു, ഞാനൊരു ആർക്കിടെക്റ്റിൻ്റെ നമ്പർ തരാം, പണി വളരെ കുറവാണ്, അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാം, എൻ്റെ പൊന്നു സഹോദര, 6 മാസമായിട്ട് എൻ്റെ ഓഫീസിൽ ഒരു വരയില്ല. ഞാൻ സ്റ്റാഫുകൾ അവധി വേണ്ടവർക്കെല്ലാം അവധി കൊടുത്തു. വേറൊരു സ്ഥാപനത്തിൽ, പാലായിലെ നല്ലൊരു സ്ഥാപനത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന യുവാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, 2 ദിവസം അവധി ചോദിച്ചാൽ 2 ആഴ്ച അവധി എടുത്തോളാൻ പറയുക. എറണാകുളം സൈഡിലുള്ള ആർക്കിടെക്റ്റുമാരുടെ ഓഫീസിൽ വിളിക്കുമ്പോൾ അവർ പറയുന്ന, ഒരു വര വന്നിട്ട് 6 മാസമായി, ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് ഞങ്ങളുടെ ഫീൽഡ്. ഹോട്ടലുകാരുടെ ഫീൽഡിൽ 3-1 വ്യാപാരം കുറഞ്ഞു. കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖല തകർന്നാൽ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലയും തകരും. ഇപ്രാവശ്യം ദീപാവലിക്ക് പോയ ഭായിമാരിൽ ഒരു 30% പോലും കേരളത്തിൽ തിരികെ വരികയില്ല. അവർക്ക് പോകാൻ വേറെ സ്റ്റേറ്റുകളുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്. തമിഴ്നാടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമ്പം തൊട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വർക്കുകളാണ് നടക്കുന്നതെന്നറിയാവും. മറ്റ് സ്റ്റേറ്റുകളുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്. അവിടെയൊക്കെ പോയാൽ ഭായിമാരുടെ കാര്യം നടക്കും. ഈ 40, 50, 60 വയസ്സായ മലയാളി എങ്ങോട്ട് പോകും? മലയാളി എന്തു ചെയ്യും? ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിവരം ആളുകളിലേക്ക് അറിയിക്കണം. എല്ലാവർക്കും അറിയാം, പക്ഷേ എന്തു ചെയ്യും? എന്തെങ്കിലും ചെയ്തേ മതിയാവും. ഇത് പരിഹരിക്കാൻ ധാരാളം വഴികളുണ്ട്, ഇത് പരിഹരിക്കാൻ ധാരാളം സാധ്യതകളുണ്ട്. നമ്മൾ ചുമ്മാ ഇത് പരിഹരിക്കാൻ സാധ്യതയുള്ളവരെ ചുമ്മാ മേളാങ്കിച്ച് നടന്നിട്ട് കാര്യമില്ല. കൃത്യമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് പരിഹരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ആത്മഹത്യകളുടെ പെരുമഴയുണ്ടാകും. ഒരുത്തൻ ആത്മഹത്യ ചെയ്താലും പിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പിരിക്കാൻ പറ്റുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ശമ്പളമൊക്കെ അടുത്ത വർഷം തൊട്ട് മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് ഭീകരമായൊരവസ്ഥയിലോട്ടാണ് ഇത് പോകുന്നത്. വെട്ടുകാർ അടുത്ത വർഷം വെട്ടുകാർക്ക്, റബ്ബർ വെട്ടുന്നവർക്ക് വെട്ടില്ലെന്നാവും.
കൊടിയ ദാരിദ്ര്യം ഇവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കൊടിയ ദാരിദ്ര്യം, ദേശത്ത് ഒരു മഹാക്ഷാമം വരുന്നു എന്നല്ല, വന്നു കഴിഞ്ഞു. ഇത് ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നു. വിരളിലെണ്ണാവുന്ന 10 20 താഴെയുള്ള കേരളത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്കും മാത്രം ഇത് ബാധിക്കില്ല. ബാക്കി സാധാരണക്കാർക്ക് ഭീകരമായിട്ട് ഇത് ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞു. അതിൻ്റെ താഴേക്കിടയിലേക്കുള്ള സകലർക്കും ഇത് ബാധിക്കും. അതുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ, ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങൾ അകത്ത് പോയില്ലെങ്കിൽ, സത്യം പറയുന്നവനല്ല, ഇപ്പോൾ അകത്ത് പോകുന്ന കാലമാണല്ലോ, പോയില്ലെങ്കിൽ, കാരണം പുറത്ത് നിന്നാലും ജീവിക്കാൻ വഴിയില്ല, അകത്ത് പോയാലും കുഴപ്പമില്ല, തല്ലിക്കൊന്നാലും കുഴപ്പമില്ല. കാരണം ആത്മഹത്യ ചെയ്യുന്ന ഭേദമല്ല തല്ലിക്കൊല്ലുന്നു. എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം വെക്കുക. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കണം. ഇതിനകത്തുനിന്നൊരു ലാഭം ഉണ്ടാകാൻ വേണ്ടിയല്ല, ആളുകൾ ഈ വിവരം അറിയാൻ വേണ്ടിയാണ്. നമസ്കാരം.